ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്, ഇവിടുത്തെ ടീമിനെ നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ മാനേജർ ലീഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പെട്ടെന്ന് പറയാം. ഒരു 2-3 പോയിന്റ് മാത്രം അവിടുത്തെ മാനേജർ ഒന്ന് ശ്രദ്ധിക്കുകയും അത് അവിടുത്തെ സ്റ്റാഫിലേക്ക് പകർന്നു കൊടുക്കുകയും അതിലൂടെ സ്റ്റാഫിനോട് ഡെവലപ്പ് ചെയ്യാനും കൂടെ നിങ്ങൾ അഡ്വൈസ് ചെയ്താൽ നിങ്ങളുടെ വർക്ക് വളരെ സിമ്പിളാവും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ടീം ഒരുമിച്ച് നിൽക്കുമോ ഇല്ലയോ എന്നൊന്ന് പഠിക്കുക. ഒരു മാനേജർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഈ ടീം മെമ്പേഴ്സ് തമ്മിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള പിണക്കങ്ങൾ, അപ്പോൾ അവർ തമ്മിൽ റൂമിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അക്കോമഡേഷൻ നമ്മൾ കൊടുക്കും, ആ അക്കോമഡേഷനിൽ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പം പിറ്റേന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലോറിലായിരിക്കും. അവർ തമ്മിൽ മിണ്ടില്ല, മുഖത്തോട്ട് നോക്കില്ല, ഒരു കസ്റ്റമർ വന്നാൽ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യില്ല, എല്ലായിടത്തും പ്രശ്നങ്ങൾ വരും. ടീമൻ ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നിങ്ങൾ പഠിക്കുക. ഇല്ലെങ്കിൽ ഒരുമിച്ച് നിർത്തുക. സ്റ്റാഫ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കുക. ഒന്നാമത്തത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ഓരോ സ്റ്റാഫിൻ്റെയും വർക്കെന്നും ആ വർക്ക് എങ്ങനെ ചെയ്യണമെന്നും ചെയ്യുമ്പം കിട്ടുന്ന റിസൾട്ട് എന്താണെന്നും നിങ്ങൾ സ്റ്റാഫിനൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഒരു സ്റ്റാഫ് അവർ നിൽക്കുന്ന സെക്ഷൻ, ആ സെക്ഷനിൽ ഒരു ടാർജറ്റ് കൊടുത്തിട്ട് ആ ടാർജറ്റ് അച്ചീവ് ചെയ്യുമ്പം അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കമ്പനി കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ കമ്പനി കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ്, അത് പറഞ്ഞ് മനസ്സിലാക്കി സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ വർക്ക് എന്താണെന്നും ആ വർക്കിലൂടെ എന്ത് നേടാമെന്നും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് സ്റ്റാഫിനെ അറിയിക്കുക. ഈ മാസത്തെ ടാർജറ്റ് നമ്മുടേത് 1 CR അല്ലെങ്കിൽ 2 CR എത്രയും ആവട്ടെ, 3 CR എത്രയും ആവട്ടെ, ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ എങ്ങനെ സാധിക്കും? സാധിച്ചില്ലെങ്കിൽ അവിടെ വരെ നഷ്ടം എന്താണ്? നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നത് എന്താണ്? ടാർജറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാഫുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് അത് പഠിച്ച് അത് പ്രാവർത്തികമാക്കി അതിലൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാപനം നഷ്ടത്തിലേക്ക് പോവില്ല. സ്റ്റാഫിനെ പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ പറഞ്ഞ ഈ പോയിന്റ് അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം. സെയിൽ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും ഞാൻ സെയിൽ ചെയ്യുമെന്നും ഞാൻ സെയിൽ ചെയ്താൽ എനിക്ക് ഇത്ര ബെനിഫിറ്റ് ഉണ്ടെന്നും എൻ്റെ വർക്ക് ഇങ്ങനെയാണെന്നും എൻ്റെ ലക്ഷ്യം ഇന്നതാണെന്നും ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, നമ്മുടെ ഏത് സെക്ഷനിലും അല്ല ഏത് കാറ്റഗറിയിലും വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നും സ്റ്റാഫിനെ പറഞ്ഞ് മനസ്സിലാക്കി സ്റ്റാഫിൻ്റെ ഒപ്പം നിന്ന് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക. കസ്റ്റമർ സർവീസ് ഉണ്ടാകുന്ന ഇഷ്യൂസ് പരിഹരിച്ചു കൊടുക്കുക. ക്യാഷ് കൗണ്ടർ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അവിടെ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക. സ്റ്റാഫിൻ്റെ ഒപ്പം നിൽക്കുക. ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒന്ന് ശ്രമിച്ചു നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു വെരി മച്ച്.